ഇഷ്ടക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് പ്രിന്റിംഗ് നിലച്ചതോടെ 5 ലക്ഷത്തിലധികം RC ബുക്കുകളുടെ വിതരണം അവതാളത്തിലായിരിക്കുകയാണ്. MVDയുടെ ഈ നീക്കം അതേസമയം മുടങ്ങിക്കിടക്കുന്ന പ്രിന്റിംഗ് പുനഃസ്ഥാപിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുമില്ല. മോട്ടോർ വാഹന വകുപ്പ് വിതരണം ചെയ്യുന്ന RC ബുക്കിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും പ്രിന്റിംഗ് കഴിഞ്ഞ നവംബർ 17-ന് നിലച്ചതാണ്. ഒക്ടോബറിൽ പരിശോധനയിൽ അംഗീകാരം ലഭിച്ച വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും രജിസ്ട്രേഷന്റെയും അടക്കം സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ഇതോടെ നിലച്ചു. മോട്ടോർ വാഹന വകുപ്പ് പോസ്റ്റൽ ചാർജായി 45 രൂപയും കാർഡിന്റെ വിലയായി 200 രൂപയും മുൻകൂട്ടി കൈപ്പറ്റിയിരുന്നെങ്കിലും ഈ തുക സർക്കാർ വകമാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. എന്നാൽ ഇതേ തുകയടച്ച 14,000-ഓളം പേർക്കാണ് പ്രത്യേകമായി പ്രിന്റിംഗ് നടത്തി RC ബുക്കുകൾ വിതരണം ചെയ്തത്. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അടക്കം ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാക്രമം മറികടന്നുള്ള ഈ നടപടിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. നിലവിൽ 5 ലക്ഷത്തിലധികം RC ബുക്കുകൾ വിതരണം ചെയ്യാനുണ്ടെന്നിരിക്കെ താൽപര്യക്കാർക്ക് മാത്രമായി പ്രിന്റിംഗ് നടത്തിയത് കൊടിയ ക്രമക്കേടാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇതേസമയം ഇതര സംസ്ഥാനങ്ങളിലടക്കം സർവീസ് നടത്തുന്ന ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങളുടെ RC ബുക്ക് മാത്രമാണ് സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിന്റ് ചെയ്തതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസിനും സ്വകാര്യ വാഹനങ്ങൾക്കും പരിഗണന ലഭിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിനും മോട്ടോർ വാഹന വകുപ്പിന് ഉത്തരമില്ല. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.